നമസ്കാരം. ലേറ്റ് എഡീഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോവാം. അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിച്ച് ഗവർണറുടെ നടപടിയിൽ അസംതൃപ്തി അറിയിച്ച് സംസ്ഥാന സർക്കാർ. അതൃപ്തി അറിയിച്ച് ചീഫ് സെക്രട്ടറി ലോക് ഭവന് കത്തയച്ചു. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ചുമതലകളിൽപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അല്ല, ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുന്ന വിവരം കിട്ടിയാൽ തന്നെ അത്തരം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സാധാരണഗതിയിൽ സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതിരുന്നത്? അത്തരമൊരു യോഗത്തിൻ്റെ വിവരം കിട്ടിയാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നത് നേരിട്ട് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ഗവർണറുടെ അടുത്തും അറിയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥരെയും അറിയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നത്? അവിടെയാണ് ഈ പറയുന്ന ഒരു പ്രത്യേക വിധേയത്വത്തിൻ്റെ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. ആ കാര്യം ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണേണ്ടതായിട്ടുണ്ട്. പകർച്ചവ്യാധിയിൽ വിറച്ച് കേരളം. സംസ്ഥാനത്ത് ഇന്ന് 22 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ് വ്യാപനവും രൂക്ഷമാണ്. നിപ സമ്പർക്ക പട്ടികയിലെ ഒരാൾ കൂടി ആശുപത്രി വിട്ടു. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി നിരീക്ഷണത്തിലാണ്. രോഗപ്രതിരോധ നടപടികളിൽ സർക്കാരിന് ജാഗ്രത കുറവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. 24 ബിഗ് ബ്രേക്ക്. APP അനീഷി ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം. APP KR ശ്യാംകൃഷ്ണയാണ് വയനാട്ടിൽ നിന്ന് ആറ്റിങ്ങൽ കോടതിയിലേക്ക് സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കിയത്. അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. റിനു ശ്രീധരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. റിനു, വിവരങ്ങൾ. അമൽ, APP അനീഷ ആത്മഹത്യ ചെയ്ത ആ കേസിൽ ഒന്നാം പ്രതിയും ആരോപണ വിധേയനുമായിട്ടുള്ള APP ആയിട്ടുള്ള KR ശ്യാംകൃഷ്ണയാണ് വയനാട്ടിൽ നിന്ന് ആറ്റിങ്ങൽ കോടതിയിലേക്ക് ഇപ്പോൾ സ്ഥലമാറ്റം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് സർക്കാരിന്റെ ഈ ഒരു നടപടി. അനീഷ്യ സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന കുടുംബത്തിന്റെ ഒരു പരാതി കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയെ 2024 പരവൂരിലെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും, അതായത് മുതിർന്ന APPയിൽ നിന്നും ഒക്കെ തന്നെ മാനസികമായിട്ടുള്ള കടുത്ത പീഡനം നേരിട്ടിരുന്നു എന്നുള്ളത് സഹപ്രവർത്തകർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ അടക്കം ഇക്കാര്യങ്ങൾ പുറത്തു വന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാഴായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി, റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ മാറ്റിയ നടപടിയിൽ സർക്കാരിന് തിരിച്ചടി. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ KJ റീന നൽകിയ ഹർജിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർ സ്ഥാനത്തുണ്ടാകില്ലെന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി K മുരളീധരൻ. പകർച്ചവ്യാധി സമയത്ത് DHS 15 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടെന്നും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ വിട്ടുനൽകിയില്ല എന്നും പറഞ്ഞാണ് ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് നീക്കിയത്. പിന്നാലെയാണ് ഡോക്ടർ KJ റീന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. നിയമവ്യവസ്ഥയ്ക്ക് നന്ദിയെന്നായിരുന്നു റീനയുടെ പ്രതികരണം. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർ സ്ഥാനത്തുണ്ടാകില്ല എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്തുണ്ടാവില്ല. ഒരു തിരിച്ചടിയിൽ അതിന് മേലെ കോടതിയുണ്ട്. ഞാൻ ഒരു തീരുമാനം, ചില കാര്യങ്ങൾ ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കണം. ഞാൻ ആ ശൈലിക്കാരനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിയോടെ വിഷയം ഒതുങ്ങില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് 24. വിവാദമായ PM ശ്രീ പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചതോടെ തിരിഞ്ഞുകുത്തി UDF നേതാക്കളുടെ പഴയ നിലപാടും പ്രസംഗങ്ങളും. അധികാരത്തിലെത്തിയ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന നിലപാടിൽ നിന്ന് മന്ത്രി KM ഷാജി മലക്കം മറിഞ്ഞു. PM ശ്രീയിലെ UDF നിലപാട് മാറ്റം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നും മാറ്റാനാകില്ലെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും.
അറബിക്കടലിൽ കൊണ്ടെടുക്കുക പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ച കടുത്ത നിലപാട് അധികാരത്തിൽ വന്നപ്പോൾ UDF മയപ്പെടുത്തിയതിന് മന്ത്രി KM ഷാജിയുടെ ഈ പ്രതികരണങ്ങൾ തന്നെ സാക്ഷി. മുമ്പ് പറഞ്ഞത് തെരുവ് പ്രസംഗങ്ങളായി കണക്കാക്കിയാൽ മതിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. KM ഷാജിയുടെ മലക്കം മറിച്ചിൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ വടിയായി. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമോ? അന്ന് എടുത്ത നിലപാടിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പദ്ധതി വീണ്ടും തുടരുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശന് അന്ധമായ RSS ഭക്തിയെന്ന SFI. RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം ദൃഢതയോടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹം ഇതിനെ പ്രതിരോധിക്കും, വിദ്യാർത്ഥികൾ ഇതിനെ പ്രതിരോധിക്കും. ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാറ്റാനാകില്ല എന്നാണ് മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. അല്ല, ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ടത് ഫൈനലാണ്. അതിൽ ആര് ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. PM ശ്രീയിൽ UDF സർക്കാർ അടിയന്തരമായി രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളണമെന്ന് KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജാവാദ് പുത്തൂർ ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പാക്കണമെന്നും രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സമുദായ സംഘടനകളും എതിർപ്പ് ഉയർത്തിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നികുതി ചോർച്ച തടയുന്നതിനുള്ള നടപടികളായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിന്റെ മുഖ്യ സവിശേഷത. GST വകുപ്പിനെ ഉടച്ചുവാർത്ത് നികുതി പിരിവ് ഊർജിതമാക്കാനും ബജറ്റിൽ നടപടികളുണ്ടാകും. പുതിയ പദ്ധതികളിലൂടെ വരുമാനം കൂട്ടാനുള്ള ഇടപെടലുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുതായി അധികാരത്തിലേറിയ സർക്കാരിന്റെ തനത് ബജറ്റല്ല മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. മുൻ സർക്കാർ അവതരിപ്പിച്ച് പാസാക്കിയ ബജറ്റ് പുതുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധിക നികുതി ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാൽ നേരത്തെ പാസാക്കിയ ധനബിൽ ഭേദഗതി ചെയ്യേണ്ടി വരും. എന്നാൽ പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കലും നടപ്പാക്കണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചേ തീരൂ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കാത്തതും പ്രതീക്ഷിച്ച വിഹിതം ധനക്കമ്മീഷനിൽ നിന്ന് ലഭിക്കാത്തതും മൂലമുള്ള ധനപ്രതിസന്ധി വേറെയുമുണ്ട്. ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. നികുതി ചോർച്ച അടച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിലാണ് ആദ്യ ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശന്റെ മുഖ്യ പരിഗണന. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച നികുതി ചോർച്ചാ മേഖലകളിൽ ശക്തമായ ഇടപെടൽ വരും. ഒപ്പം GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച് നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളുണ്ടാകും. സ്വർണം, മദ്യനിർമ്മാണ മേഖല തുടങ്ങിയവയിൽ ശക്തമായ ഇടപെടലുണ്ടാകും. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിക്കും. ഇതിലൂടെ സർക്കാരിന്റെ ധനലഭ്യത കൂടുമെന്നാണ് വിലയിരുത്തൽ. കിഫ്ബിയുടെ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കും. 16ാം ധനക്കമ്മീഷൻ നിശ്ചയിച്ച നികുതി വിഹിതം മുൻവർഷത്തേക്കാൾ കൂടിയതുകൊണ്ട് ആ ഇനത്തിൽ പണലഭ്യത വർദ്ധിക്കും. നികുതിയേതര വരുമാനം കൂട്ടാനുള്ള നടപടികളും ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. 24 തിരുവനന്തപുരം. സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കുന്നു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാൻ നീക്കം. ഇതിനിടെ MG സർവകലാശാലയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് പട്ടിക അംഗീകരിക്കാതിരുന്ന സിൻഡിക്കേറ്റ് നിലപാട് തള്ളി ഗവർണറുടെ പുനഃസംഘടന അംഗീകരിച്ച വൈസ് ചാൻസലർ ഉത്തരവിറക്കി. MG സർവകലാശാലയിലെ VC നിയമനത്തിലും സെനറ്റ് പുനഃസംഘടനയിലും സംഘപരിവാർവൽക്കരണം നടന്നുവെന്ന ആക്ഷേപം ശക്തമായതിനു പിന്നാലെയാണ് പുതിയ പരാതി. ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ച ചാൻസലറായ ഗവർണറുടെ നീക്കത്തെ സിൻഡിക്കേറ്റ് എതിർത്തിരുന്നു. 2 തവണ പുനഃസംഘടന ലിസ്റ്റ് തള്ളിയതോടെ ഇത് അംഗീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. സിൻഡിക്കേറ്റ് നിലപാട് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC പുതിയ ഉത്തരവിറക്കിയത്. സർവകലാശാലയിലെ PG UG വിഭാഗങ്ങളിൽ 54 പഠന ബോർഡുകളാണ് ഗവർണർ പുനഃസംഘടിപ്പിച്ചത്. സംഘപരിവാർ അനുകൂലികളായവരെയും യോഗ്യതയില്ലാത്തവരെയും നിയമിച്ചു എന്നാണ് ഇടത് സംഘടനകളുടെ ആക്ഷേപം. കേരള കാർഷിക സർവകലാശാലയിലും സമാനമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC ആയി നിയമിക്കാനാണ് ശ്രമം. സർവകലാശാലയുടെ ജനറൽ കൗൺസിലിൽ 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിലും ഇടത് സംഘടനകൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം, കോട്ടയം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ചിരിച്ച ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതിന് 9ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. കോഴിക്കോട് മേമുണ്ടയിലാണ് സംഭവം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. അനീഷ് ദേവസിയുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇങ്ങനെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ മർദ്ദിക്കുക, എന്താണ് ഈ സംഭവം, എന്താണ് വിശദാംശങ്ങൾ?
അവൾ കോഴിക്കോട് വടകര മേമുണ്ടയിലാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ്സുകാരുടെ ക്രൂര മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ സുഹൃത്തുക്കൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ മർദ്ദനത്തിന് കാരണം. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഈ മർദ്ദനമേറ്റിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഈ സീനിയർ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ ഫോട്ടോയെ ചൊല്ലി ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദനത്തിൽ കഴുത്തിന് പരിക്കേറ്റ ഈ 9ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ വടകര പോലീസിലും അതുപോലെ സ്കൂളിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിൽ ഏതായാലും പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അമൽ. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ടെലിഗ്രാം മറ്റൊരു ഡാർക്ക് വെബെന്നും ഭീകരവാദികളുടെയും കുറ്റവാളികളുടെയും കേന്ദ്രമെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ. താൽക്കാലിക വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര നടപടി ചോദ്യം ചെയ്തുള്ള ടെലിഗ്രാമിന്റെ ഹർജി കോടതി ഉത്തരവ് പറയാനായി മാറ്റി. പുനഃപരീക്ഷ മാറ്റിവെച്ചെന്ന അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് വിദ്യാർത്ഥികളോട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ടെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോമാണെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞു. ഒരാളെ സംരക്ഷിക്കാൻ മറ്റൊരാളുടെ അവകാശം തടയാൻ കഴിയുമോ എന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. ക്രമക്കേട് തടയുന്നതിന് ടെലഗ്രാമിൽ മതിയായ സംവിധാനങ്ങളില്ലെന്നും പരീക്ഷയ്ക്ക് മുന്നോടിയായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിച്ച ചോദ്യപേപ്പറുകൾ വ്യാജമാണെന്നായിരുന്നു ടെലഗ്രാമിന്റെ വാദം. നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നീറ്റ് പുനഃപരീക്ഷ മാറ്റിവെച്ചെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലെ അനാവശ്യ പ്രചരണങ്ങളിലോ വിശ്വസിക്കരുതെന്ന് NTA അറിയിച്ചു. പരീക്ഷാ സമ്മർദ്ദം നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പരും പുറത്തിറക്കി. പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലും വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. കോയമ്പത്തൂർ സ്വദേശിയായ അനു കീർത്തനയാണ് മരിച്ചത്. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ഇനി ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങളുമായി ഗോൾക്കാനോ പ്രജിൻസി കണ്ണഞ്ചേരി.